പ്രശസ്ത വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കറിന്റെ മരണം 2018 ഒക്ടോബർ മാസത്തിലുണ്ടായി. അതിപ്പോഴും അതിന്റെ ആ ഒരു സംശയം മാറാതെ നിൽക്കുകയാണ്. ബാലഭാസ്കറിന്റെ മരണം ഒരു അപകട മരണമാണോ അതോ ഒരു കൊലയാണോ എന്നുള്ള രീതിയിലാണ് സംശയങ്ങൾ പോകുന്നത്. ബാലഭാസ്കറിന്റെ ഈ ഒരു മരണത്തിന് അതൊരു കൊലപാതകമാണെന്ന് ബാലഭാസ്കറിന്റെ വീട്ടുകാര്, അതായത് ബാലഭാസ്കറിന്റെ അച്ഛനും ബന്ധുക്കളും ഉന്നയിക്കുമ്പോൾ ബാലഭാസ്കറിന്റെ വിധവ ഇതിനെയെല്ലാം ഈ എതിർക്കുക എന്ന് പറഞ്ഞാൽ പരോക്ഷമായി എതിർത്തുകൊണ്ട് അതൊരു സാധാരണ അപകട മരണമാണെന്ന് വരുത്തി പറയുകയാണ്. ഈ ബാലഭാസ്കറിന്റെ അന്വേഷണം അങ്ങ് CBI വരെ എത്തി അതൊരു അപകട മരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതായത് ആസൂത്രിത അപകട കൊലപാതകമാണ് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ പിടിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കുറെ പേരുണ്ട്. ബാലഭാസ്കറിന്റെ മാനേജർ ആയിട്ടുള്ള വിഷ്ണു, പ്രകാശൻ തമ്പി, പുള്ളിയുടെ ഡ്രൈവറായിട്ടുള്ള അർജുന്, പിന്നെ പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു ആയുർവേദ ക്ലിനിക്കിന്റെ ഒരു ഓണറുണ്ട്, ലത, പൂന്തോട്ടം ലത. ഇവരെയൊക്കെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടി വരും. അതായത് സത്യത്തില് ഒരു സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് എങ്ങനെയാണ്? സെലിബ്രിറ്റി എന്ന സ്റ്റാറ്റസ് ബാലഭാസ്കറിന്റെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലും സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു. എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. സെലിബ്രിറ്റി ആയിട്ടുള്ള ബാലഭാസ്കർ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. അതിന്റെ വേണ്ട എല്ലാവിധ സഹായങ്ങളും പുള്ളിയുടെ മാനേജറായിട്ടുള്ള പ്രകാശൻ തമ്പിയും വിഷ്ണുവും പിന്നെ ഈയിടെ പിടിക്കപ്പെട്ട അർജുനും കൊടുക്കുന്നുണ്ട്. അപ്പോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ടുള്ള ഈ ബാലഭാസ്കർ ഈ പ്രവണത നടത്തുകയും ചെയ്യുന്നു. ഇതിനെല്ലാം മൂകസാക്ഷിയായി നിൽക്കുന്ന ബാലഭാസ്കറിന്റെ ഭാര്യ, പുള്ളിക്കാരത്തിക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിലും പല കാര്യങ്ങളും പുള്ളിക്കാരത്തിക്ക് അറിയാം. പക്ഷെങ്കിൽ പുള്ളിക്കാരത്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബാലഭാസ്കറിന് പറ്റത്തില്ല. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞു കൂട്ടായിരിക്കാം ബാലഭാസ്കറിന്റെ ഒരു മരണം. എനിക്ക് തോന്നുന്നില്ല അതൊരു ആസൂത്രിത കൊലപാതകമാണെന്നുള്ളത്. കാര്യം ഈ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ ഇവർ യാത്ര ചെയ്യുകയാണ്. സ്വർണം പൊട്ടിക്കാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ആലപ്പുഴ, എറണാകുളം വരുമ്പോഴേ അത് അവർക്ക് എടുക്കാനുള്ളവർക്ക് എടുക്കാം. അത് തന്നെയല്ല, കൊല്ലം കപ്പലണ്ടി മുക്കല് അവിടെ ഒരു സർബത്ത് കടയുണ്ട്. സർബത്ത് കടയിൽ വന്നിട്ട് ഇവര് സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊരു ചേസിങ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദൂരെ ഓടി വരുമ്പം ആ സമയം കൊണ്ട് അവർക്ക് സ്വർണം കൈക്കലാക്കാൻ പറ്റും. അപ്പൊ അതൊരു ചേസിങ് ആണെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ CCTV അത് മറ്റേ പ്രധാന ഹൈവേ കൂടിയാണ്. ഇതൊരു ചേസിങ് അല്ല, പക്ഷെങ്കിൽ അവിടെ എന്തോ നിഗൂഢമായ ഒരു യാത്രയാണെന്നുള്ളത് സത്യമാണ്. അതിനകത്ത് സ്വർണമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഈ നിഗൂഢത ഈ വ്യക്തിക്ക്, ബാലഭാസ്കറിന്റെ ഭാര്യയ്ക്ക് അറിയാം. ബാലഭാസ്കർ മരിച്ചുപോയി. ബാലഭാസ്കറിന്റെ രക്തമായ പുള്ളിക്കാരത്തിയുടെ കൊച്ചും പോയി. പുള്ളിക്കാരത്തി ഒരു വിധവയാണ്. പുള്ളിക്കാരത്തിക്ക് ജീവിക്കണം അല്ലെ? ഈ പറയുന്ന നമ്മള് എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി എല്ലാം തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഈ പുള്ളിക്കാരത്തിയും ഇതിനകത്ത് ജയിലിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളാരും ഈ പുള്ളിക്കാരത്തിയെ സഹായിക്കത്തില്ല. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരത്തി ഒന്നും തുറന്നു പറയുന്നില്ല. അപ്പോ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്തെന്ന് വെച്ചാല്, ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം പ്രകാശൻ തമ്പി, വിഷ്ണു, ഇപ്പോൾ അർജുന്, ഇവരെയെല്ലാം പോലീസ് പിടിച്ചു. എന്തിനാണ് പിടിച്ചത്? സ്വർണം കള്ളക്കടത്ത് നടത്തിയതിന്. ഈ പ്രകാശൻ തമ്പി, വിഷ്ണു ആണെങ്കിൽ ഏതാണ്ട് 200 കിലോ കടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റി ഒന്നും തുമ്പുകളോ പിന്നീടുള്ള കാര്യങ്ങൾ, ഇത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എപ്പം, ഏത് ജ്വല്ലറിക്ക് വേണ്ടി, ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ ഒരു വശത്ത് കിടക്കും. കാര്യം പണക്കോമരങ്ങളുടെ കാര്യങ്ങളാണ്. അത് അവിടം വരെ ഉള്ളൂ അന്വേഷണം പോകുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ലക്ഷ്മിക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. ലക്ഷ്മിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ട് ലക്ഷ്മി പറയുന്നില്ല. കാര്യം പുള്ളിക്കാരത്തി ഈ ഭാഗ്യവതിയായിരുന്നു, ഇപ്പോൾ നിർഭാഗ്യവതിയായിരിക്കുന്ന ഒരു വിധവയാണ്. ഭാഗ്യവതി ആയിരുന്നു എന്ന് പറയാൻ കാരണം ബാലഭാസ്കറിന്റെ ഭാര്യയായിരുന്നു, ഇപ്പോൾ വിധവയാണ്. അപ്പോ ബാലഭാസ്കറിന്റെ ഭാര്യ ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിക്ക് പലതും അറിയാം.
പല കാര്യങ്ങളും ബാലഭാസ്കറിനെ നിയന്ത്രിക്കാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ പുള്ളിക്കാരത്തി സേഫ് ആകാനേ പുള്ളിക്കാരത്തി നോക്കുള്ളൂ. ഏതൊക്കെയായാലും CBI നോക്കിയെന്നാ ഇതൊരു കൊലപാതകമാണോ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്, CBI വരെ അന്വേഷിച്ച ഒരു കേസ്, അർജുൻ പിടിക്കപ്പെട്ടു, പിന്നീട് പ്രകാശൻ തമ്പി പിടിക്കപ്പെട്ടു, വിഷ്ണു പിടിക്കപ്പെട്ടു, ഇതിനെല്ലാം സ്വർണ്ണക്കടത്തിനാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ CBIയുടെ ആ ചോദ്യം ചെയ്യലും ആ അന്വേഷണ പുരോഗതി ആ കാര്യങ്ങളും ഒക്കെ ഒന്ന് വിലയിരുത്തുകയും ഇവരെ എല്ലാം പിന്നീട് പിടിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി തന്നെ. അതുപോലെ തന്നെ ഒരു നിഗൂഢമായ ഒരു സമ്പ്രദായമാണ് പൂന്തോട്ടം ലതയുടെ കേസ്. അതും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസ്. ഇതിനൊന്നും ഒരു ഉത്തരവുകളോ ചോദ്യങ്ങളോ ഒന്നുമില്ല CBIയെ സംബന്ധിച്ചോളം. പിന്നെ ഒരു കാര്യം, ഈ സോബി എന്ന് പറയുന്ന കലാഭവൻ സോബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കാറുകൾ കണ്ടു എന്നു. ആ കാറിന്റെ കളറും ഇന്നതാന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ബ്രാൻഡിലുള്ള കാറും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ പറയുന്ന കാറ് പാലക്കാട് പോലീസ് എറണാകുളത്ത് നിന്ന് പിടിച്ചു. എന്തിനാണ്? സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിച്ച കാറായിരുന്നു. അതായത് സ്വർണ്ണ പൊട്ടിക്കലിന് വേണ്ടി ഉപയോഗിച്ച കാറായിരുന്നു. അപ്പം അടിമുടി ഈ പുള്ളിയുടെ മരണത്തിന് ശേഷം അടിമുടി എല്ലാവരെയും സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി പിടിച്ചതാണ്. അപ്പം ആ യാത്രയിൽ എന്തോ നിഗൂഢതയുണ്ട്. പിന്നെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. ഈ ബാലഭാസ്കറിന്റെ ഭാര്യയ്ക്ക് നേരിട്ട് സ്വർണം കള്ളക്കടത്തം നടത്താമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ബാലഭാസ്കർ ആയതുകൊണ്ടാണ് സ്വർണം കള്ളക്കടത്തം നടത്തിയത്. ഇനി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പുള്ളി അത് നടത്തിയത്. ഈ പെണ്ണ് ബാലഭാസ്കറിന്റെ ഭാര്യയായിരുന്നു. ഒരു പക്ഷെങ്കിൽ CBI ഈ രണ്ടാമത്തെ അന്വേഷണത്തിന് സത്യം കണ്ടെത്തുമെന്ന് തോന്നുന്നു. കാര്യം ഒരിക്കലും ഒരു ക്രൈമിന് ഒരു പൂർണ്ണത കാണത്തില്ല. അവിടെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കാണും. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തട്ടെ, മരിച്ച അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ.